അവളെ ഇപ്പോൾ വഴക്ക് പറഞ്ഞ് കൂടുതൽ വേദനിപ്പിക്കുന്നതിനേക്കാൾ അവളുടെ ഒപ്പം നിൽക്കണമെന്ന് തനിക്ക് തോന്നി. അതുകൊണ്ടാണ് അവളെ വിളിച്ച് സമാധാനിപ്പിച്ചത്. താനും കൂടി ഓരോന്ന് പറഞ്ഞ് കുത്തി വേദനിപ്പിച്ചാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അയാൾ ഇതൊക്കെ അറിഞ്ഞാൽ എന്തായാലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആ ദുഷ്ടനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നൊക്കെ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് താൻ ദൂരേക്ക് അവളെ പഠിക്കാൻ പറഞ്ഞയച്ചത്. അതുപോലും അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അയാൾ അതിന് സമ്മതിച്ചത്. ഡിഗ്രി 3 വർഷം കഴിഞ്ഞ് അവൾ ഇവിടേക്ക് വരുമ്പോൾ അയാൾ അവളെ ആ ദുഷ്ടന് കൊടുക്കും. കാശിനു വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് അയാൾ. അയാൾ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒക്കെ തൻ്റെ നെഞ്ചിൽ തീയാണ്. അതവളുടെ അച്ഛനല്ല എന്ന് അവളോട് വിളിച്ചു പറയാൻ തോന്നും. അവൾ ഡിഗ്രി എങ്കിലും പഠിക്കട്ടെ എന്ന് കരുതിയാണ് താൻ അവളെ അവിടേക്ക് അയച്ചത്. അത് നിന്റെ അച്ഛനല്ല എന്ന് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ എവിടെയെന്ന് അവൾ തിരികെ എന്നോട് ചോദിച്ചാൽ താൻ എന്ത് മറുപടി അവളോട് പറയും? ആ മറുപടി അവൾ അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. സ്വന്തം അച്ഛനെ അവളിൽ നിന്നും വേർപ്പെടുത്തിയ ദുഷ്ടയായ അമ്മ മാത്രമായിരിക്കും ഞാൻ അവൾക്ക്. ഇപ്പോൾ അവൾ തന്നെ സ്നേഹിക്കുന്നത് പോലെ അതിൻ്റെ ഇരട്ടി അവളെന്നെ വെറുക്കും. അവൾ അവളുടെ അച്ഛനെ അന്വേഷിച്ചു പോകും. തനിക്ക് തൻ്റെ മകളെ നഷ്ടപ്പെടും. അവൾ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ അവരുടെ അടുത്ത് സുരക്ഷിതമായിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. നാഥ് അവളെ വിവാഹം കഴിക്കുന്നതിൽ തനിക്ക് 100 വട്ടം സമ്മതമായിരുന്നു. നാഥിന് അവളെ ഇഷ്ടമാണെന്ന് ഗ്രേസി ഒരിക്കൽ വിളിച്ചു പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് താൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ കുഞ്ഞ് അവൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ വിവാഹത്തിന് മുൻപ് ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇതൊക്കെ അയാൾ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എല്ലാം കൊണ്ടും അവരുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. എല്ലാം നല്ലപടി അവസാനിക്കണമെന്ന് അവർ ഭഗവാന്റെ മുൻപിൽ തൊഴുത് നിറകണ്ണുകളോട് പ്രാർത്ഥിച്ചു. നാഥ്, എന്തിരിപ്പാടാ നീ ഇരിക്കുന്നത്? രാത്രിയായത് കണ്ടില്ലേ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. സിറിൽ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് വീട്ടിൽ ചെന്ന ഭ്രാന്ത് പിടിക്കും സിറിൽ. കൂടെ അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖവും ഞാനടിച്ച പാടും എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ, അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. നാഥ്, നീ ഇങ്ങനെ തളർന്നു പോകാതടാ. നീയും കൂടി തകർന്നാൽ എങ്ങനെയാ? അവളിപ്പോൾ വിവാഹത്തിൽ സമ്മതിച്ചല്ലോ. നീ അവളുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് അവളെ മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പോൾ അവളെ വഴക്ക് പറഞ്ഞിട്ടും തല്ലിയിട്ടുമല്ല അവൾക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അഭി പറഞ്ഞു. എനിക്കറിയില്ലടാ, നിങ്ങൾക്കറിയാവുന്നതല്ലേ. അവളെ ഒന്ന് നുള്ളിപ്പോലും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. എന്നിട്ടും ഞാനിന്ന് അവളെ തല്ലി. അല്ല, അവൾ ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ വേണം പറയാൻ. 2 തവണ ഞാൻ അവൾക്ക് നേരെ കൈ ഉയർത്തി. എന്നിട്ടും വേണ്ടെന്ന് വെച്ചതാ. പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അല്ലേ എനിക്ക് സഹികെട്ടുപോയത്. നാഥ് വിഷമത്തോടെ അവരോട് പറഞ്ഞു. നാഥ്, എല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളുടെ വയറ്റിലൊരു കുഞ്ഞു ജീവൻ കൂടിയുണ്ട്. യാദൃച്ഛികമായി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണ് ആ കുഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് അവൾക്ക് BP കൂടിയാൽ ആ കുഞ്ഞ് ചിലപ്പോൾ... സിറിൽ, നാഥ് ദേഷ്യത്തോടെ വിളിച്ചു. നീ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, ഡോക്ടർ ആൻറ്റിയോട് പറഞ്ഞ കാര്യമാണ്. ഇനിയുള്ള 3 മാസം അവളെ നല്ലതുപോലെ കെയർ ചെയ്തേ പറ്റൂ. ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും അവൾക്ക് നീ കൊടുക്കരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. അവള് ഒരു പാവമല്ലേടാ, സിറിൽ പറഞ്ഞു. നാഥ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളുടെ മുൻപിൽ അയാൾ അവളുടെ സ്വന്തം അച്ഛനാണ്. അവൾക്ക് അറിവ് വെച്ച കാലം മുതൽ അയാളെയാണ് അവൾ അച്ഛ എന്ന് വിളിച്ചത്. നമുക്ക് മാത്രമേ സത്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഓൾറെഡി അവളൊരു തെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ അച്ഛനും അമ്മയും അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ടെൻഷനും വിഷമങ്ങളും ഒരു മകളെന്ന നിലയ്ക്ക് അവൾ ഓർത്തു കാണും. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. നീ വിചാരിച്ചതാണോ ഇത്? സിറിൽ സംശയത്തോട് ചോദിച്ചു. അവനില്ലെന്ന് തലയനക്കി. അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് ഇൻറ്റിമസിയിൽ തന്നെ ഇങ്ങനെ വളരെ ചുരുക്കമാണ്, അഭി പറഞ്ഞു. അതെ, അവൾ ഇതൊന്നും ചിന്തിച്ചു കാണില്ലടാ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെ സ്നേഹിക്കുന്ന മക്കൾ ചെയ്യുന്നതേ അവളും ചെയ്തുള്ളൂ. സിറിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എടാ, നീ ഇപ്പോൾ ദേഷ്യം കാണിക്കാതെ അവളോട് സംസാരിക്കാൻ നോക്ക്. നീ കൂടെ ദേഷ്യപ്പെടുമ്പോൾ അവൾ കരുതും എല്ലാം അവളുടെ തെറ്റാണെന്ന്. അതെ, ആരൊക്കെ അവളെ ഇപ്പോൾ കുറ്റപ്പെടുത്തിയാലും നീ അത് ചെയ്യാൻ പാടില്ല. നാളെ അവൾ സത്യങ്ങൾ അറിയുമ്പോൾ അവൾക്ക് തോന്നണം നീ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന്. അതല്ലേ നാഥ് ശരി? സിറിൽ ചോദിച്ചതും അവൻ മൂളി. കുറച്ചു കഴിഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കി. മാളു എന്നാണ് കണ്ടത്. അവനത് ഓഫ് ചെയ്ത് തിരികെ വെച്ചു. എന്താടാ ഫോൺ എടുക്കാത്തത്? ഇനിയും അവളോട് ദേഷ്യം കാണിക്കാതെ നീ ഫോൺ എടുത്തേ, സിറിൽ പറഞ്ഞു. കുറച്ച് കഴിയട്ടെ, അവൻ തിരയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും സിറിലിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി. എടാ മാളുവാ, സിറിൽ പറഞ്ഞു. നാഥ്, പിടിക്കടാ, സംസാരിക്ക്. ഇത്ര നേരമായില്ലേ? നിന്നെ കാണാത്തത് കൊണ്ട് വിളിക്കുമായിരിക്കും. വെറുതെ അവളെ ഈ സമയത്ത് ടെൻഷൻ അടിപ്പിക്കാതെ നീ ഫോൺ എടുക്കുക, സിറിൽ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീ എടുത്തിട്ട് പറ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടെന്ന്, അവൻ സിറിലിനെ നോക്കി പറഞ്ഞു. സിറിൽ ഫോൺ എടുത്ത് അവൻ്റെ ചെവിയിലേക്ക് വെച്ചു. ചേട്ടാ, ആ മോളെ പറഞ്ഞോ? ഇച്ചായൻ, അവൾ സംശയത്തോട് ചോദിച്ചു. എൻ്റെ കൂടെ ഉണ്ട് മോളെ, എന്തു പറ്റി?
ഒന്ന് ഫോൺ കൊടുക്കുവോ? അവൾ ദയനീയമായി പറഞ്ഞതും സിറിൽ നാഥിനെ നോക്കി. നാഥ്, ദേ അവൾക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. സിറിൽ ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വാങ്ങിച്ച് സംസാരിക്കടാ. അഭിയും പറഞ്ഞതും അവൻ സിറിലിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു. പറയ്. നാഥ് ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ഛായ, വീട്ടിലേക്ക് വരുന്നില്ലേ? കുറച്ച് കഴിഞ്ഞ് വരാം. സോറി ഇച്ഛായ, ഞാൻ അറിയാതെ. നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവൾ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൻ തിരികെ ചോദിച്ചു. അവളില്ലെന്നും മൂളി. എങ്കിൽ ആഹാരം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇച്ചായം വരാതെ ഞാൻ ആഹാരം കഴിക്കില്ല. മാളു, ചുമ്മാ വാശി കാണിക്കാൻ നിൽക്കരുത്, അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഇത്രയും നേരമായില്ലേ? ഇച്ചായന് വന്നാലെന്താ? ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? പിന്നെന്താ? നീ എന്താടി എനിക്ക് വേണ്ടി തന്ന ഔദാര്യം വല്ലതും ആണോ കല്യാണം? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും സിറിൽ വേണ്ട എന്ന് തലയാട്ടി. ഇച്ചായൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാനിതിന് ഒന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ ദേഷ്യപ്പെടുന്ന എന്തിനാ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവനതിന് ഒന്നും മിണ്ടിയില്ല. ഇച്ചായ. അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ വീണ്ടും വിളിച്ചു. അവനൊന്ന് മൂളി. വാ ഇച്ചായ പ്ലീസ്, അവൾ വീണ്ടും കെഞ്ചി. അവനൊന്ന് മൂളിക്കൊണ്ട് സിറിലിന് ഫോൺ കൊടുത്തു. വീണ്ടും തിരയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മോളെ, ഞങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടു വന്നോളാം, മോള് ഫോൺ വെച്ചോ, സിറിൽ അവളോട് പറഞ്ഞു. അവളതിന് ഒന്ന് മൂളി. നാഥ്, ഇത് എത്രാമത്തെ തിരയാണെന്നറിയോ? അഭി ചോദിച്ചതും നാഥ് സംശയത്തോടെ അവനെ നോക്കി. അല്ല, വന്നപ്പോൾ മുതൽ നീ അങ്ങോട്ട് നോക്കിയിരിക്കുമല്ലേ, ഞാൻ വിചാരിച്ചു നീ ഒന്ന് തിര എണ്ണുവാണെന്ന്. അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അസ്ഥാനത്ത് കയറി കോമഡി അടിക്കല്ലേ മോനെ, കൈവാക്കിനായിരിക്കുന്നത്, ഒറ്റൊരെണ്ണം കൂടെ തരും. നാഥ് പറഞ്ഞതും അഭി വായിക്ക് സിബിട്ടതുപോലെ കാണിച്ചു. നാഥ് വാ, വീട്ടിലേക്ക് പോകാം. സിറിൽ പറഞ്ഞതും നാഥ് അവനെ നോക്കി. നാഥ്, നീ വീട്ടിൽ ചെന്നിട്ട് അവളോട് സംസാരിക്കണം, അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ അവൾ പറയുമ്പോൾ നിനക്ക് ദേഷ്യം വരുമായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴും നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൾക്ക് സത്യങ്ങളൊന്നും അറിയില്ല. സത്യം അറിയുമെങ്കിൽ അവൾ ഒരിക്കലും നിന്നോട് അങ്ങനെയൊന്നും പറയില്ല. അത് നീ മനസ്സിൽ വെച്ച് വേണം അവളോട് സംസാരിക്കാൻ. സിറിൽ പറഞ്ഞതും അവനൊന്ന് മൂളി. എങ്കിൽ എഴുന്നേറ്റ് വാ, അവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ മണൽ തട്ടി എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നു. സിറിൽ കാറിലേക്ക് കയറാൻ പോയതും നാഥ് സിറിലിനെ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. മാളുവിനെ വിളിച്ചിട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്ക്. ഓ, കൊതി അല്ലേ? അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നിനക്ക് ചോദിച്ചാൽ എന്താ, നീയല്ലേ ആ കുഞ്ഞിൻ്റെ അപ്പൻ, നീ ചോദിക്ക്. നാഥ് വീണ്ടും പറഞ്ഞു. സോറി മോനെ, മോനങ്ങ് ചോദിച്ചാൽ മതി, എനിക്ക് ആ രക്തത്തിൽ പങ്കില്ല. സിറിൽ ചിരിച്ചുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അഭി പുറകിൽ കയറി. അത് അവളെ വിളിക്കണോ വേണ്ടായോ എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അത് കണ്ട് അഭിയും സിറിലും നോക്കി ചിരിച്ചു. പാവമല്ലേ അവൻ്റെ കാര്യം, അവളെ ജീവനാ അവന്. എങ്കിൽ ദേഷ്യം വരുമ്പോൾ എന്താ കാണിക്കുന്നതെന്ന് അവന് പോലും അറിയില്ല. അഭി ചിരിച്ചുകൊണ്ട് സിറിലിനോട് പറഞ്ഞു. അവൻ അവളോട് ഇന്നാണ് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടത്. ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവളെ ഒന്ന് വേദനിപ്പിച്ചോ കരയിച്ചോ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആ പ്രശ്നത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ. അവളോട് ദേഷ്യപ്പെട്ടാലും സങ്കടം മുഴുവൻ ഇവനാണ്. അവൾ ഇനി എന്നാ അവളുടെ അച്ഛനെ പറ്റിയുള്ള സത്യങ്ങൾ മനസ്സിലാക്കുന്നത്? അവളുടെ യഥാർത്ഥ അച്ഛൻ എവിടെയായിരിക്കും? അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു കാണുമോ? ഇവൾ ഒറ്റ മകളാണോ? ഗ്രേസി ആൻറ്റി അതിനെപ്പറ്റി വല്ലതും പറഞ്ഞിരുന്നോടാ? അഭി സംശയത്തോട് ചോദിച്ചു. ശരിയാ, ഞാനതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല ശരിക്കും. നാഥ് വരട്ടെ, ചോദിക്കാം. നാഥ് ആദ്യം വിളിച്ചിട്ട് മാള് ഫോൺ എടുത്തില്ല. അവൻ രണ്ടാമതും ഡയൽ ചെയ്തിട്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഇച്ചായ. ഫോൺ എടുത്ത പാടെ അവൾ വിളിച്ചതും അവൻ്റെ ദേഷ്യം മുഴുവൻ ആ ഒരു വിളിയിൽ അലിഞ്ഞു പോകുന്നത് പോലെ അവന് തോന്നി. നീയൊന്നും കഴിച്ചില്ലല്ലോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല, ഇച്ചായം വന്നിട്ട് ഒന്നിച്ച് കഴിക്കാം. നീ എവിടെയായിരുന്നു? ആദ്യം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ ബാത്റൂമിലായിരുന്നു. വോമിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോ? ബാത്റൂമിലാണെന്ന് പറഞ്ഞതും അവൻ ആവലാതിയോട് ചോദിച്ചു. ഇല്ല. നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? വേണ്ട. മാളു, എന്തെങ്കിലും വേണമെങ്കിൽ പറയേ, ഇച്ചായം വാങ്ങിയിട്ട് വരാം. അവനത് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. മാളുവേ, കരയാതെ ഇരിക്കേ. ദേ, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോക്കിക്കോ, അതുപോലെ ഇറങ്ങിപ്പോകും ഞാൻ. അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. കരയില്ല. അവൾ തനിയെ കണ്ണുകൾ തുടച്ചിട്ട് പറഞ്ഞു. എങ്കിൽ പറയ്, എന്തേലും വേണോ? ഇപ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ഇച്ചായനെ കണ്ടാൽ മതി. അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. ഇപ്പോൾ വരാം. അവൾ മോളി. മമ്മി എവിടെ? അടുക്കളയിലുണ്ട്. നീ എവിടെയാ? അവൻ സംശയത്തോട് ചോദിച്ചു. മുറിയിലാ. മമ്മിയുടെ അടുത്ത് പോയിരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. അവൾ മോളി. ലവ് യു ഉമ്മ. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് മൂളി. അവനും ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചിട്ട് കാറിലേക്ക് കയറി. എന്താ മോനെ നാഥ്, ചിരിയൊക്കെ? വഴക്കൊക്കെ സോൾവായോ? അഭി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് നാഥ് ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ എങ്ങനാ, വീട്ടിലേക്കല്ലേ? അവൾക്ക് എന്തെങ്കിലും വാങ്ങണോ?
സിറിൽ സംശയത്തോട് ചോദിച്ചു. ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. നീ വീട്ടിലേക്ക് വിട്ടോ. അഥവാ എന്തേലും പറയുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തോളാം. അല്ലെങ്കിലും അവൾ ഇനി എന്ത് പറഞ്ഞാലും നീ അത് വാങ്ങിക്കൊണ്ട് കൊടുത്തേ പറ്റുള്ളൂ. കാരണം നീയാണ് അതിന് ഉത്തരവാദി. അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നാദ് തിരിഞ്ഞവനെ കപട ദേഷ്യത്തോട് നോക്കി. നീ എന്തിനാ നോക്കുന്നത്? ഞാൻ സത്യം തന്നെയല്ലേ പറഞ്ഞേ? അഭി സംശയത്തോട് ചോദിച്ചു. നീ അഞ്ചുമായിട്ട് അണ്ടർവരമ്പിലൂടെ ലൈൻ വലിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അവസാനം അവള് വയറു വീർപ്പിച്ച് വരരുത്. നാദ് അഭിയെ കളിയാക്കി. ഓടാ, അതിന് എൻ്റെ പേര് നാദെന്നല്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. ജസ്റ്റ് കണ്ണിൽ കണ്ണു നോക്കുന്നു, ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അഭി ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഉവ്വ, ചുമ്മാതെ നാദ്. ഇവനുണ്ടല്ലോ, ഇന്നവൾക്ക് ക്യാൻറ്റീനിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സിറിൽ അവനെ നോക്കി ചിരിച്ചു. അത് വെറുതെ, അവളുടെ കയ്യിൽ ചില്ലറയില്ലായിരുന്നു വാങ്ങാൻ. അപ്പോൾ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്തതാ. അല്ലാതൊന്നുമല്ല. ഞാൻ അവൾക്ക് മാത്രമല്ലല്ലോ, അച്ചുവിന് വാങ്ങിക്കൊടുത്തല്ലോ. അത് നീ കണ്ടില്ലേ? അഭി കപട ദേഷ്യത്തോട് ചോദിച്ചു. ഓ, അവൾക്കും കൊടുത്തോ? ചോറി മുത്തേ, ഞാൻ കണ്ടില്ല. സിറിൽ അവനെ നോക്കി പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ ഉള്ളിലെ നന്മയൊന്നും നിനക്കൊന്നും മനസ്സിലാകില്ല. അഭി ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞതും ആൺപിള്ളേര് ചിരിച്ചു. ആ നാഥ്, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. മാളുവിൻ്റെ യഥാർത്ഥ അച്ഛൻ എവിടെയാണെന്ന് വല്ല വിവരവും ഉണ്ടോ? അറിയില്ലടാ, ഇത്രയും വർഷമായില്ലേ. അവർ പിന്നെ ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല. എടാ, മാളു അവരുടെ ഒറ്റമകളാണോ? അല്ല, അവൾക്ക് ഒരു ബ്രദറുണ്ട്. അതവളുടെ യഥാർത്ഥ അച്ഛൻ്റെ കൂടെയാ. അന്ന് കേസായപ്പോൾ ഇവള് പെൺകുട്ടിയാണെന്നും ഇവൾക്ക് അമ്മയുടെ സംരക്ഷണം വേണമെന്നും പറഞ്ഞ് കോടതി ഇവളെ അമ്മയുടെ ഒപ്പവും മോനെ അച്ഛൻ്റെ ഒപ്പവുമാണ് വിട്ടത്. കേസെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ അവനെയും കൊണ്ടുപോയി. അങ്ങനെയാ മമ്മി എന്നോട് പറഞ്ഞത്. ആ പയ്യൻ മാളുവിന് മൂത്തതാണോ മാളുവിന് ഇളയതാണോ? അഭി സംശയത്തോട് ചോദിച്ചു. മൂത്തതാണെന്ന് തോന്നുന്നു. സത്യത്തിൽ ഞാൻ അതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. മമ്മിയോട് ചോദിക്കാം, നാഥ് പറഞ്ഞു. മാളു ഇതൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അല്ലേ? അവളെല്ലാം അക്സെപ്റ്റ് ചെയ്യുമോ? ഒന്നും അറിയില്ല. അവൾക്ക് അതൊന്നും ഓർമ്മ കാണാൻ വഴിയില്ല. മമ്മി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവൾക്ക് 1 വയസ്സാണ്. അച്ഛൻ പോലും അവളെ അന്വേഷിച്ച് വന്നില്ലല്ലോ. അയാൾക്ക് അറിയായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു മകൾ അയാൾക്കുണ്ടെന്ന്. അഭി സംശയത്തോട് ചോദിച്ചു. പിന്നെ അറിയാതെ, നമുക്കറിയില്ലല്ലോ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. എന്തായാലും രക്തം രക്തത്തെ തിരിച്ചറിയാതിരിക്കില്ല. പിന്നെ ഭൂമി ഉരുട്ടതാണെന്നല്ലേ പറയുന്നത്. അവരെവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും. നമുക്ക് നോക്കാം. നാദം പിള്ളേരും വീട്ടിലേക്ക് തിരികെ വന്നു. അഭി അവരോട് യാത്ര പറഞ്ഞിട്ട് തിരികെ അവൻ്റെ വണ്ടിയും എടുത്തുപോയി. സിറിലും നാദം വന്ന സൗണ്ട് കേട്ടതും മാളു അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് ചെന്നു. ആദ്യം സിറിലാണ് കയറി വന്നത്. സിറിലിനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവനും തിരികെ ചിരിച്ചു. അവളുടെ ഇടത് കവിളിൽ അവൻ്റെ 5 വിരലും പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. മോള് കഴിച്ചോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഇല്ല, നിങ്ങളും വന്നിട്ട്. അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി. അവൻ ഫോൺ ചെയ്യുവാണെന്ന് തോന്നുന്നു. അവൾ പുറത്തേക്ക് നോക്കുന്നത് കണ്ടതും സിറിൽ പറഞ്ഞു. അവൾ അവനെ നോക്കിയെന്ന് തലയാട്ടി. ഞാൻ കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് സിറിൽ മുറിയിലേക്ക് പോയി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും നാഥ് ഹാളിലേക്ക് കയറി വന്നു. അവൾ അവനെ കാത്ത് സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവൻ കയറി വരുന്നത് കണ്ടതും അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ കരഞ്ഞു വീർത്ത മുഖവും കവിളിലെ അവൻ്റെ വിരലുകളുടെ പാടുകൾ കണ്ടതും അവൻ്റെ നെഞ്ചു പിടഞ്ഞു. ഇങ്ങു വാ. അവൻ കൈയാട്ടി അവളെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അവളുടെ കവിൾ സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് അവനടിച്ച കവിളിൽ അവൻ ചുണ്ടുകൾ ചേർത്തു. അവൾ എരിവ് വലിച്ചതും അവൻ ഒന്നുകൂടി അവിടെ ചുംബിച്ചു. സോറി, അവൻ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഫുഡ് കഴിച്ചിട്ട് എൻ്റെ മുറിയിൽ വരണേ, ഇന്ന് അവിടെ കിടക്കാം. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. പ്ലീസ്, എനിക്ക് സംസാരിക്കാനുണ്ട്. നീ ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി. അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം കേട്ടോ. അവൻ അവളുടെ കവിളിൽ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. അവൻ കുളിക്കാൻ മുറിയിലേക്ക് പോയതും അവൾ ഗ്രേസിയുടെ അടുത്തേക്ക് നടന്നു. അവരെവിടെ മോളെ? കുളിക്കാൻ പോയ ആൻറ്റി. മോള് ചെന്നിരിക്കുക, ഞാനെല്ലാം എടുത്തിട്ട് വരാം. അവർ പറഞ്ഞതും അവൾ തലയാട്ടി. കുറച്ചു കഴിഞ്ഞതും നാദും സിറിലും കുളിച്ചിട്ട് ഇറങ്ങി വന്നു. നാദ് വന്ന് മാളുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. മമ്മി, ഇനി എന്ന് ചെല്ലാനാ ഡോക്ടർ പറഞ്ഞത്? 3 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഗ്രേസി അവരെ നോക്കി പറഞ്ഞു. മാളുവിനെ ഇനി കോളേജിലേക്ക് വിടുന്നുണ്ടോ? സിറിൽ സംശയത്തോട് ചോദിച്ചു. മോള് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് പോകാമെന്നാ. പിള്ളേരെയൊക്കെ ഫേസ് ചെയ്യാൻ അവൾക്കെന്തോ ബുദ്ധിമുട്ട് പോലെ. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അവൾ ഒരാഴ്ച റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ എങ്ങനെയാ മാളുവിൻ്റെ കാര്യം? മമ്മി ആരെങ്കിലും ഏർപ്പാടാക്കുമോ? നമ്മളെല്ലാവരും കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവളിവിടെ ഒറ്റയ്ക്കാകില്ലേ? നാഥ് സംശയത്തോട് ചോദിച്ചു. ഞാൻ സുനന്ദയോട് ഒരാഴ്ചത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ. നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് മതി. നാഥ്, രജിസ്റ്റർ മാരേജ് നാളെ നടത്തുമല്ലേ? സിറിൽ സംശയത്തോട് ചോദിച്ചു. അതെ, നാളെ രാവിലെ പോകാം. അപ്പിയെ വിളിച്ച് പറയാം.
നാദ് പറഞ്ഞു. അപ്പോഴെല്ലാം മാളു ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അത് കണ്ട് സിറിൽ നാദിനെയും ഗ്രേസിയെയും നോക്കി. നാദ് അവനെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയതും മാളുവും മുറിയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ നാദിൻ്റെ മുറിയിലേക്ക് നോക്കി. വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടതും അവൾ അങ്ങോട്ട് നടന്നു. അവൾ മുറിയിലേക്ക് കയറിയതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നതും ഒന്നിച്ചായിരുന്നു. അവനെ കണ്ടതും അവളൊന്ന് ചിരിച്ചു. അവനും തിരികെ ചിരിച്ചു. ആ ഡോർ ലോക്ക് ചെയ്തേക്ക്, അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വാതിലടച്ച് ലോക്ക് ചെയ്തു. നീ ഇരിക്ക്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കട്ടിലിലേക്ക് ചെന്നിരുന്നു. നിനക്ക് പേടിയുണ്ടോ? അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അല്ല, ഒരു തവണ ഇവിടെ വന്നതല്ലേ, ഇങ്ങനെയൊക്കെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ കുറ്റബോധത്തോടെ തലകുനിച്ചു. അവൻ പറഞ്ഞത് അവൾക്ക് വിഷമമായെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് പിടിച്ചു. മാളു, അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അയ്യേ, എന്തിനാ കരയുന്നേ? അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ പറഞ്ഞു. മാളു നോക്ക്, എല്ലാം സംഭവിച്ചു പോയി. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാടാ? ഇങ്ങനെയായിരുന്നു കാണും ദൈവനിശ്ചയം. അവൻ അവളുടെ മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ, എന്താടാ, വയ്യായിക എന്തേലും ഉണ്ടോ? ഇല്ല. പിന്നെന്തു പറ്റി? അവൻ സംശയത്തോടെ ചോദിച്ചു. സോറി, അവൾ വിതുമ്പി. അത് സാരമില്ല, അതിനാണോ കരയുന്നേ? അത് നിനക്ക് ദേഷ്യവും വിഷമവും വന്നപ്പോൾ നീ ഓരോന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാനും തല്ലി. അതൊക്കെ ലൈഫിലുള്ളതല്ലേ. പിന്നെ എനിക്കൊരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. ഒരിക്കലും നിന്നെ ഞാൻ തല്ലില്ല എന്ന വാക്ക് തന്നിട്ട് നിന്നെ തല്ലേണ്ടി വന്നില്ലേ? എന്തിനാ എന്നെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ വന്നത്? അതുകൊണ്ടല്ലേ വേദനിച്ചത്? എനിക്കറിയില്ല. അപ്പോൾ എല്ലാം കൊണ്ടും വിഷമം വന്നു. അതുകൊണ്ടാ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. നാളെ നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നീ എൻ്റേതാകും. പിന്നെ ആർക്കും നിന്നെ എന്നിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. മാളു, എനിക്ക് നമ്മുടെ വാവയെ കാണാൻ തോന്നുവാ. ഞാനൊന്ന് കണ്ടോട്ടെ? അവൻ അവളുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവൾ തലയാട്ടിയതും അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ ബനിയൻ അവളുടെ വയറ്റിൽ നിന്നും പൊക്കിക്കൊണ്ട് അവളുടെ പാൻറ് അവൻ കുറച്ച് താഴ്ത്തി. അവൻ്റെ ചോരയെ ചുമക്കുന്ന അവളുടെ വയറ്റിൽ അവൻ വിരൽ കൊണ്ട് തഴുകി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വാവേ, പപ്പയാടാ. വാവ കേൾക്കുന്നുണ്ടോ? അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകളും നിറഞ്ഞു. സോറി വാവേ, പപ്പ ഇന്ന് മമ്മിയെ തല്ലി. ദേഷ്യം വന്നപ്പോൾ തല്ലിപ്പോയതാ. ഇനി ഒരിക്കലും പപ്പ മമ്മിയെ തല്ലില്ല കേട്ടോ, അവൻ അവളുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കുറച്ചു നിമിഷം അവളുടെ വയറ്റിലേക്ക് നോക്കിയിരുന്നു. അവൾ അവനെ തന്നെ നോക്കുകയായിരുന്നു. സന്തോഷമാണോ സങ്കടമാണോ ആകാംക്ഷയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തരം വികാരമായി അവൻ്റെ മുഖത്ത് അവൾ കണ്ടത്. അവൻ അവളുടെ വയറ്റിൽ വാത്സല്യത്തോടെ അമർത്തി ചുംബിച്ചു. പിന്നെയും അവളുടെ ആ അണിവയറിലേക്ക് അവൻ നോക്കി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ വയറ്റിൽ നിന്നും കണ്ണുകൾ എടുത്ത അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവളെ കണ്ടതും അവൻ സങ്കടത്താൽ കലർന്ന ഒരു പുഞ്ചിരി നൽകി. മാളു, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. എനിക്ക് നീ ഒരു സത്യം ചെയ്തു തരണം, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നമ്മുടെ കുഞ്ഞിനെ തൊട്ട് നീ സത്യം ചെയ്യണം. ഒന്നിൻ്റെ പേരിലും ഈ കുഞ്ഞിനെ നീ വേണ്ടെന്ന് വെക്കില്ലെന്ന് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം ചെയ്യുമാളോ, ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും നമ്മുടെ പ്രണയത്തിൻ്റെ ഈ തുടിപ്പിനെ നീ വേണ്ടെന്ന് വെക്കില്ലെന്ന് അവൻ പറഞ്ഞതും അവളുടെ ഇരു കൈകളും അവളുടെ വയറ്റിൽ വെച്ചുകൊണ്ട് അവനെ നോക്കി. ഒന്നിൻ്റെ പേരിലും നമ്മുടെ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല, അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ ചേർത്ത് നിർത്തി ചുംബിച്ചിരുന്നു. അവൾ നോക്കുന്നത് കണ്ടതും അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ ഒരു കൈ അവളുടെ വയറ്റിലും മറുകൈ അവളെയും ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖത്ത് ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു.